യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ യുക്രൈനിനുള്ള സഹായം ഒരു പ്രധാന വിഷയമായി തുടരുകയാണ്. ആയുധ സഹായം നൽകുന്നതിലെ അമേരിക്കയുടെ നിലപാടുകൾ പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഏറെ ശ്രദ്ധേയമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത്. യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ആ തീരുമാനം തിരുത്തി കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്ത ട്രംപിന്റെ സമീപകാല പ്രഖ്യാപനം ഈ വിഷയത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. യുക്രൈൻ റഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് നിർണായകവുമാണ്. തുടക്കം മുതൽ യുക്രൈന് സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകുന്നതിൽ അമേരിക്ക മുൻപന്തിയിലായിരുന്നു. എന്നാൽ സമീപകാലത്തെ പിന്തുണയുടെ വ്യാപ്തിയെയും രീതിയെയും കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് ഈ ആഭ്യന്തര ചർച്ചകളുടെ ഫലമായിരുന്നു. അമേരിക്കൻ സ്റ്റോക്കുകൾ കുറയുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ആയിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം. അതായത് യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ ശേഷിയെ ദോഷകരമായി ബാധിച്ചേക്കുമോ എന്ന ആശങ്ക. ഇതൊരു പുതിയ പ്രതിരോധ നയതന്ത്രത്തിന്റെ സൂചനയായി പലരും കണ്ടു. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള സൈനിക കയറ്റുമതികൾ പുനരവലോകനം ചെയ്യേണ്ടതുണ്ടെന്നും പെന്റഗൺ വക്താവ് ഷോൺ പാർനെൽ വ്യക്തമാക്കിയിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ആയുധങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അമേരിക്കയുടെ വിദേശ സൈനിക സഹായം നയത്തിൽ ഒരു മാറ്റം വരുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലിയും ഈ തീരുമാനത്തെ പിന്തുണച്ച് സംസാരിച്ചു. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകാനാണ് ഈ തീരുമാനമെന്നും അവർ ഊന്നിപ്പറഞ്ഞു. എന്നാൽ ഈ തീരുമാനത്തിന് ആയുസ് കുറവായിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള അത്താഴ വിരുന്നിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചു. നമ്മൾ കുറച്ചുകൂടി ആയുധങ്ങൾ അയക്കാൻ പോകുന്നു. നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണം. അവർ ഇപ്പോൾ വളരെ ശക്തമായി ആക്രമിക്കപ്പെടുന്നു. ആക്രമണത്തിൽ നിരവധി ആളുകൾ മരിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടായേക്കാം. ഏറ്റവും പ്രധാനമായി ഉക്രൈന്റെ നിലവിലത്തെ അവസ്ഥയാണ്. റഷ്യൻ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും ഉക്രൈൻ കനത്ത നാശനഷ്ടങ്ങൾ നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാനുഷികവും ധാർമ്മികവുമായ കാരണങ്ങൾ ട്രംപിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാം. ഉക്രൈൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചിരുന്നു. രണ്ടാമതായി അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്. ഉക്രൈന് ആയുധ സഹായം നിർത്തലാക്കാനുള്ള അമേരിക്കയുടെ നീക്കം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്നും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അമേരിക്കയുടെ വിശ്വാസ്യതയെ ഇത് ചോദ്യം ചെയ്യുമെന്ന ആശങ്കകളും ഉയർന്നു. ഈ അന്താരാഷ്ട്ര സമ്മർദ്ദം ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് ഒരു കാരണമായിരിക്കാം. കൂടാതെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ റഷ്യയോടുള്ള സമീപനം എന്നും ഒരു പ്രധാന വിഷയമാണ്. ഉക്രൈന് പിന്തുണ നൽകുന്നത് താൽക്കാലികമായി നിർത്തുന്നത് ആഭ്യന്തരമായി ട്രംപിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ കാരണമായിട്ടുണ്ടാകാം. കൂടാതെ വ്യക്തിപരമായ നയതന്ത്ര തന്ത്രമാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി പലപ്പോഴും പ്രവചനാതീതമാണ്. ഒരുപക്ഷെ റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യത തുറന്നിടുമ്പോൾ തന്നെ യുക്രൈന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് സ്വന്തം ചർച്ചാ സാധ്യതകൾക്ക് ഗുണകരമാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം. തന്റെ മുൻഗാമിയായ ജോ ബൈഡനിൽ നിന്നും വ്യത്യസ്തമായി റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനും വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാനും ട്രംപ് ശ്രമിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ ഉക്രൈന്റെ പ്രതിരോധ ശേഷികളെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും കാലതാമസമോ വേഗത കുറവോ ഉണ്ടായാൽ അത് ആക്രമണകാരിയെ പ്രോത്സാഹിപ്പിക്കുകയേ ഉള്ളൂ എന്നവർ പ്രസ്താവിക്കുകയുമുണ്ടായി. ആയുധങ്ങൾ പുനരാരംഭിക്കുന്നതിനായുള്ള അമേരിക്കയുടെ തീരുമാനം ഉക്രൈൻ ആശ്വാസം പകരുമെന്നതിൽ സംശയമില്ല. മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സഹായത്തെ റഷ്യ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഉക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ സംഘർഷത്തിൽ നേരിട്ട് പണിയായാണ് റഷ്യ കണക്കാക്കുന്നതെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. വിദേശ ആയുധങ്ങൾ വിജയം നേടുന്നതിൽ നിന്ന് തങ്ങളെ തടയുന്നില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആയുധ സഹായം സംഘർഷം കൂടുതൽ വഷളാക്കുമെന്നും അത് പാശ്ചാത്യ രാജ്യങ്ങളെയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം യുക്രൈൻ റഷ്യൻ സംഘർഷത്തിന്റെ ഗതിയെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയണം. ഉക്രൈന് കൂടുതൽ പ്രതിരോധ ശേഷി നൽകുന്നത് റഷ്യൻ ആക്രമണങ്ങളെ ചെറുക്കാൻ അവരെ സഹായിക്കും. എന്നാൽ ഇത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാനും സംഘർഷം കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന നയം തുടരുമ്പോഴും ആഗോള സുരക്ഷയിലും സഖ്യകക്ഷികളുടെ താൽപര്യങ്ങളിലും അവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ തീരുമാനം
ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള സൈനിക സഹായ നയങ്ങൾ അമേരിക്ക പുനരവലോകനം ചെയ്യുന്നത് തുടരുമെന്നും പെന്റഗൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അവലോകനങ്ങൾ ആഗോളതലത്തിൽ പ്രതിരോധ സഹായങ്ങളുടെ ഭാവിക്കൊരു പുതിയ ദിശാബോധം നൽകിയേക്കാം. ഉക്രൈൻ പ്രതിസന്ധി ഒരു ബഹുമുഖ പ്രശ്നമാണ്. സൈനിക സഹായം ഒരു വശം മാത്രമാണ്. നയതന്ത്രപരമായ ചർച്ചകൾ, മാനുഷിക സഹായം, സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവയെല്ലാം ഈ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരുപോലെ പ്രധാനമാണ്. ട്രംപിന്റെ നിലപാട് മാറ്റം ഈ സങ്കീർണമായ വിഷയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. ഇത് ഉക്രൈൻ ഒരു താൽക്കാലിക ആശ്വാസം നൽകുമ്പോൾ തന്നെ സംഘർഷത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെയും പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയെയും കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്.